കുളിപ്പിക്കുമ്പോഴാണ് ഫേസിൽ മുഖത്ത് പിമ്പിളും ഇല്ല, പാടുകൾ മാത്രമേ ഉള്ളൂ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും എൻ്റെ ഫേസിൽ എത്രത്തോളം പിമ്പിൾ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഞാൻ 1-2 ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. അപ്പം എനിക്ക് ഒരു ഫേസ് വാഷ്, ഓയിൻമെൻറ്റ്, മെഡിസിൻ അങ്ങനെയൊക്കെ തന്നു. അതൊന്ന് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ അത്ര ഗുണം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ കുറേ നാൾ ട്രൈ ചെയ്തു. എന്നിട്ട് എൻ്റെ ഫേസിൽ മാറ്റം എനിക്ക് വന്നില്ല. അപ്പോൾ ഞാനത് അങ്ങനെ വിട്ടു. മോക്കൊരു വരട്ടെ അങ്ങനെ വിചാരിച്ച് ഞാനത് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഗൂഗിളിൽ ഇങ്ങനെ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്കൊരു ഇൻഗ്രീഡിയൻറ്റിനെ പറ്റി അറിഞ്ഞത്. പക്ഷേ ഈ ഒരു പിന്നെ ഫേസ് ലൈറ്റിനാവാനും പിന്നെ ഫേസ് നല്ലപോലെ ഗ്ലോ ആവാനും ഫേസിലത്തെ പാടൊക്കെ പോകാനാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് പലരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. അപ്പം ഞാനും വരണമെങ്കിൽ മുഖത്ത് കുരുക്കൾ വരണമെങ്കിൽ വരട്ടെ, പാടുകളൊക്കെ പോകാമല്ലോ, ഫേസ് ഒന്നും ഗ്ലോ ആവാമല്ലോ, അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഫേസിലും ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം അങ്ങനെ ഒരു 1-2 ആഴ്ച ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ സംഭവം മാത്രം ഞാൻ ഫേസിൽ ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ മുഖക്കുരുവിന് നല്ല കുറവുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്തായിരുന്നു ഞാൻ ത്രെഡ് ചെയ്യാൻ പോയത്. ത്രെഡ് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ആൻറ്റിയും പറഞ്ഞു എൻ്റെ ഫേസിൽ, അല്ലെങ്കിൽ മുമ്പൊക്കെ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ഫേസിൽ നല്ലപോലെ നല്ലപോലെ ഓയിലും അതുപോലെ നല്ല പിമ്പിളുണ്ട്. അപ്പം ഈ ആൻറ്റി കണ്ടപ്പോഴും ചോദിച്ചു, ഇപ്പോൾ മുഖം അത്രയ്ക്ക് ഓയിലില്ല, ഫേസിൽ മുഖത്ത് പിമ്പിളും ഇല്ല, പാടുകൾ മാത്രമേ ഉള്ളൂ, എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ സാധനമാണ് 2 ആഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യണം. അപ്പോൾ ആ ആൻറ്റി പറഞ്ഞു ഇത് പിമ്പിൾ മാറാനും ഫേസ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെസിസ്റ്റ് ചെയ്തിട്ട് ഫേസ് നല്ലപോലെ ഡ്രൈ ആക്കാനും ഫേസിൽ ഓയിലൊക്കെ മാറ്റിയിട്ട് ഫേസ് ഡ്രൈ ആക്കാനും പറ്റി നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണെന്നാണ് ആൻറ്റി പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിനെ പറ്റി ഇങ്ങനെയും ഇതിന് ഒരു ഗുണമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പം ഞാൻ ഈ ഒരു സംഭവം ദിവസം 4-5 വട്ടം ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്താ അറിയണതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞു ബെല്ലൈക്ക് വരില്ല, അതുകൊണ്ട് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്കത് എന്താണെന്ന് കണ്ടാലോ. അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നല്ലേ, അതാണ് നമ്മുടെ സ്വന്തം കഞ്ഞിവെള്ളം. അപ്പോൾ ഇതെങ്ങനെ ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോറ് ഊറ്റണ കഞ്ഞിവെള്ളം ഇല്ലേ, അത് തെളിയാൻ വെക്കും. അത് തെളിഞ്ഞ് കഴിഞ്ഞിട്ട് അത് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് പുറത്ത് വയ്ക്കും. ഫ്രിഡ്ജിൽ വയ്ക്കില്ലേ, പുറത്ത് വയ്ക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പുറത്ത് വയ്ക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുളിപ്പിക്കാൻ വേണ്ടിയാണ് പുറത്ത് വയ്ക്കണം. എന്നിട്ടാണ് ഇത് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കണം. കഞ്ഞിവെള്ളം പുളിപ്പിക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടണമെന്ന് ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പുറത്തൊരു ദിവസം വയ്ക്കണേ. എന്നിട്ട് അടുത്ത ദിവസം ഒരു ഫ്രിഡ്ജ് എടുത്ത് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിത് ട്രൈ ചെയ്തു. അങ്ങനെ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഫേസിൽ ഒരു ദിവസം തന്നെ ഒരു 3-4 വട്ടം ഇങ്ങനെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതുപോലെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറ്. അടുത്ത് വെച്ചിട്ട് വേണ്ട സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അത് ഫേസിൽ നല്ലോണം സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്തും കൊടുക്കാം. അതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ലതാട്ടാ. അപ്പോൾ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് 2 ആഴ്ച ട്രൈ ചെയ്ത് നമ്മുടെ ഫേസിലേക്ക് നല്ലോണം മാറ്റം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫേസിൽ ഈ ഒരു ഭാഗത്ത് നല്ലപോലെ പിമ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പിമ്പിളൊക്കെ പോയിട്ട് പാട് മാത്രമേ ഉള്ളൂ. പാട് മാറാൻ ഇത് നല്ലതെന്ന് പറയുന്നത്, അത് നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പാട് നമ്മുടെ ഫേസിൽ നല്ലോണം പോയിട്ട് നമ്മുടെ ഫേസ് നല്ലോണം ലൈറ്റിനാവാനും ഗ്ലോ ആവാനും വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സംഭവം കഞ്ഞിവെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബെസ്റ്റാണ് ഇത് നമ്മുടെ ഫേസിൽ പിമ്പിൾ പോകാനും അതുപോലെ തന്നെ ഫേസ് നല്ലപോലെ ഗ്ലോ ആവാനും ലൈറ്റിനാവാനും വേണ്ടിയിട്ട്. ഇതെൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തായാലും എന്നെ കമൻറ്റിൽ അറിയിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലറിയാം.